അതിശക്തനായിരുന്ന സാക്സൺ രാജാവ് തിയഡോറിക്കിന്റെ മകളായിരുന്നു രാജകുമാരിയായിരുന്ന വിശുദ്ധ മെറ്റിൽഡ. വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കൾ അവളെ എർഫോർഡ് ആശ്രമത്തിൽ ചേർത്തു. അവളുടെ മുത്തശ്ശിയായിരുന്ന മൗദ് ആയിരുന്നു അവിടുത്തെ ആശ്രമാധിപ. സകല സദ്ഗുണങ്ങളുടെയും വിളനിലമായിരുന്ന വിശുദ്ധ മറ്റുള്ളവർക്കെല്ലാം മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. 913 മെറ്റിൽഡയുടെ മാതാപിതാക്കൾ അവളെ സാക്സോണിലെ പ്രഭുവായിരുന്ന ഓത്തോയുടെ മകനും പിൽക്കാലത്ത് ജർമ്മനിയിലെ രാജാവുമായി തീർന്ന ഹെൻറിയുമായി വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. വിവാഹ ജീവിതം ആരംഭിക്കുന്നത് വരെ അവൾ ആ ആശ്രമത്തിൽ കഴിഞ്ഞു. വളരെ സമർത്ഥനും ദൈവഭക്തിയുള്ളവനുമായ ഒരു രാജകുമാരനായിരുന്നു ഹെൻറി. മാത്രമല്ല, അദ്ദേഹം തന്റെ പ്രജകളോട് വളരെയേറെ ദയയുള്ളവനുമായിരുന്നു. ഈ സമയം അത്രയും വിശുദ്ധ തന്റെ ആത്മീയ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഒരു നല്ല ക്രിസ്ത്യാനിയും സ്വർഗീയ പിതാവിന്റെ മുൻപിൽ വലിയവളുമായി തീർന്നു. കഠിനമായ പ്രാർത്ഥനകളും ധ്യാനവും വഴി വിശുദ്ധ തന്റെ മനസ്സിൽ ഭക്തിയുടെയും എളിമയുടെയും അമൂല്യമായ വിത്തുകൾ പാകി. രോഗികളെയും പീഡിതരെയും സന്ദർശിക്കുക, അവർക്ക് ആശ്വാസം പകരുക, പാവപ്പെട്ടവരെ സേവിക്കുക, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ വിശുദ്ധയ്ക്ക് വളരെയേറെ ആനന്ദമുണ്ടാക്കുന്നവയായിരുന്നു. അവളുടെ കാരുണ്യ പ്രവർത്തികളുടെ ഫലങ്ങൾ തടവ് പുള്ളികൾക്ക് വരെ ലഭിച്ചിരുന്നു. വിശുദ്ധയുടെ ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ പ്രചോദിതനായ ഹെൻറിയാകട്ടെ അവളുടെ എല്ലാ പദ്ധതികളിലും അവളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. 936 അവരുടെ വിവാഹം കഴിഞ്ഞ് 23 വർഷമായപ്പോൾ ദൈവം ഹെൻറിയെ തിരികെ വിളിച്ചു. അദ്ദേഹം രോഗശയ്യയിലായിരുന്നപ്പോൾ വിശുദ്ധ ദേവാലയത്തിൽ പോവുകയും അൾത്താരയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ജനങ്ങളുടെ കരച്ചിലും അലമുറയിടലും കണ്ട് അദ്ദേഹം മരിച്ചുവെന്ന് മനസ്സിലാക്കിയ അവൾ ഉടനെ തന്നെ ഒരു പുരോഹിതനെ വിളിപ്പിക്കുകയും തന്റെ ഭർത്താവിന്റെ ആത്മാവിന് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. അവൾക്ക് 3 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ചക്രവർത്തിയായി തീർന്ന ഓട്ടോ, ബാവേരിയയിലെ പ്രഭുവായിരുന്ന ഹെൻറി, കൊളോണിലെ മെത്രാപോലിത്തയായിരുന്ന ബ്രൺ എന്നിവരായിരുന്നു അവർ. വിശുദ്ധ തന്റെ കാരുണ്യ പ്രവൃത്തികൾ പൂർവാധികം ഭംഗിയായി തുടർന്നു. നിരവധി ദേവാലയങ്ങൾ കൂടാതെ 5ഓളം ആശ്രമങ്ങളും വിശുദ്ധ പണി കഴിപ്പിച്ചു. അവസാനമായി വിശുദ്ധ രോഗിണിയായപ്പോൾ തന്റെ പേരക്കുട്ടിയും മെൻസിലെ മെത്രാപോലിത്തയുമായിരുന്ന വില്യമിനോട് കുമ്പസാരിച്ചു. വിശുദ്ധ മരിക്കുന്നതിന് 12 ദിവസം മുൻപേ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വൈദികനായ വില്യം മരണത്തിന് കീഴ്പ്പെട്ടു. പിന്നീട് വിശുദ്ധ ആ പ്രദേശത്തെ സന്യാസിമാരെയും പുരോഹിതരെയും വിളിച്ചു വരുത്തി അവർക്ക് മുൻപിൽ രണ്ടാമതായി ഒരു പൊതു കുമ്പസാരം കൂടി നടത്തി. 968 മാർച്ച് 14 തന്റെ തലയിൽ ചാരം പൂശി ചണം കൊണ്ടുള്ള തുണിയിൽ കിടന്നുകൊണ്ട് അവൾ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു.